ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് ഊട്ടിക്കാണ്. അങ്ങനെ ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോകുന്നത് 3 കാറിലാണ്. അപ്പോഴാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സീൻ കണ്ട് പ്ലാസ്റ്റിക് വെച്ചിട്ടാക്കിയ കൊക്ക്. പിന്നെ ഞങ്ങൾ തേയിലത്തോട്ടമൊക്കെ കണ്ട് ഇറങ്ങിയതിന് ശേഷം നമ്മള് ടീ ഫാക്ടറിയിലോട്ട് പോയി. അവിടെയാണെങ്കിൽ ടീന്റെ കുറച്ച് ഹിസ്റ്ററീസും ഏൻഷ്യൻ ടൈമില് എങ്ങനെയായിരുന്നു ദേ മേക്ക് ദാറ്റ് അങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചു തരും. ഗൈസ്, ഇതാണ് തേയില ഇല, ഇതിനോടാണ് നമ്മൾ ചായ ഉണ്ടാക്കുക. ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം താഴത്തോട്ട് പോയപ്പോഴാണ് ഈ ടീ പൗഡർ വെക്കുന്ന സ്ഥലത്ത് പോയി. അങ്ങനെ ഞങ്ങളൊരു ചോക്ലേറ്റ് ടീ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ഉമ്മനോട് കാണിച്ചു തരാൻ പറഞ്ഞതാണ്. മമ്മി ഭയങ്കര ഷൈ ആട്ടോ. പിന്നെ ഒരു പോസൊക്കെ ഇട്ട് നിന്ന് ഊട്ടിയിൽ പോയതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു ഗുണ്ടൽപേട്ടിലോട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഊട്ടിയിൽ അടുത്ത ദിവസം ഹർത്താലായിരുന്നു തമിഴ്നാട്. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ കർണാടകയിലോട്ട് പോന്നു. അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ടിലെത്തിയിട്ട് നമ്മൾ ഈ ഒരു ഹോട്ടലിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ദർ. യു ക്യാൻ ആക്ച്വലി സീ എ ലോട്ട് ഓഫ് വ്യൂസ് ആൻഡ് ദ വ്യൂസ് വെർ റിയലി അമേസിങ്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. കാരണം ഫാമിലിയിലുള്ള എല്ലാവരും റെഡി ആവണമായിരുന്നു. പിന്നെ ഞാനും എൻ്റെ കസിനും കുറച്ച് നേരം കളിച്ചു നിന്നു. പിന്നെ ഞങ്ങൾ ടോളിൻ്റെ അവിടെ എത്തിയപ്പോഴായിരുന്നു ഈ പ്ലെയിൻ പോകുന്ന കണ്ട്. ദെൻ വി ഗോ ടു മൈസൂർ ആൻഡ് വി ഗോ ടു ദ വേൾഡ് ഫേമസ് മൈസൂർ പാലസ്. And you know what guys, this is so amazing in here. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കാണാൻ. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ടാണ് വന്നത്. ആരൊക്കെ ആയിരുന്നു വെക്കേഷന് മൈസൂരിലോട്ട് വന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. മൈസൂരിൽ കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ടുള്ള പ്ലേസിൽ വരുന്നതാണ് മൈസൂർ പാലസ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ കമ്മിങ് ഹിയർ ടു വിസിറ്റ് മൈസൂർ പാലസ്. ആൻഡ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയ ലൈക്ക് വി ഫീൽ ലൈക്ക് വി ഹാവ് entered to some fantasy world or something because it's too beautiful. And you can see the ancient things has preserved really well and you can see a lot of pictures. ഇവിടെയുള്ള രാജാക്കന്മാർ രാജ്ഞിമാരെ പിക്ചേഴ്സൊക്കെ ഇവിടെ നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സിൽവർ വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ചെയറൊക്കെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഒറിജിനൽ സിൽവർ ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് എ പാലസ്. പിന്നെ നമ്മൾ കുറച്ചും കൂടിയും അവിടെ എക്സ്പ്ലോറൊക്കെ ചെയ്തു. മോസ്റ്റ് ഓഫ് ദ പ്ലേസ് വെർ സീൽഡ്, വി കാൺട്ട് എൻ്റർ ദർ. എനിക്കിത് കണ്ടിട്ട് എനിക്കൊന്ന് വാങ്ങിക്കാൻ തോന്നി, ബട്ട് ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ എന്ന്. പിന്നെ ഞങ്ങൾ നേരെ മൈസൂർ പാലസിൽ നിന്ന് സ്റ്റെപ്പൊക്കെ ഇറങ്ങി. അപ്പോഴാട്ടെ ഈ ആനൻ്റെ തലയിൽ വെക്കുന്ന ആ സാധനമൊക്കെ കണ്ടു. എൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മൈസൂരിൽ സൂലോട്ടാണ്. ആൻഡ് ഞങ്ങൾ കുറേ ആനിമൽസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാൽ ഈ ഓരോ കേജിലും ആനിമൽസ് ഇല്ലായിരുന്നു ചിലതിലോ. അപ്പോൾ കസിൻസിനോടൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് വെറ്റിനറി കൊണ്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ എന്തോ പറ്റിയതൊക്കെ ആയിരിക്കും. 2 days ട്രിപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ വേഗം പോന്നു. ഈ വീഡിയോൻ്റെ എൻഡിങ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു ഗൈസ്, അപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങിപ്പോയി. ആൻഡ് ദാറ്റ്സ് വാട്ട് ഇൻ ദിസ് വ്ലോഗ്. വേറൊരു വീഡിയോയിലായിട്ട് കാണാം. ബൈ ബൈ.